നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യസഭാ എംപിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ പി.ടി. ഉഷയുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി വെങ്ങാലിൽ ശ്രീനിവാസൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തിക്കൊടി പെരുമാൾപുരത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ പെരുമാൾപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പി.ടി. ഉഷ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലാണുള്ളത്. നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പൊന്നാനി കുറ്റിക്കാട് വെങ്ങാലി തറവാട്ടിലെ നാരായണൻ സരോജിനി ദമ്പതികളുടെ മകനാണ്. മുൻ കബഡി താരമായിരുന്ന ശ്രീനിവാസൻ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയിലെ റിട്ടയർഡ് DYSP ആയിരുന്നു. മകൻ ഡോക്ടർ ഉജ്ജ്വൽ വിഘ്നേഷ്. സംസ്കാര സമയം നിശ്ചയിച്ചിട്ടില്ല. 1991 ഏപ്രിൽ 25-നായിരുന്നു അകന്ന ബന്ധുവായ പി.ടി. ഉഷയുമായുള്ള വിവാഹം. പി.ടി. ഉഷ 7ാം ക്ലാസ് മുതൽ പങ്കെടുത്ത മത്സരങ്ങളെക്കുറിച്ചും അവയുടെ സമയത്തെക്കുറിച്ചും കൃത്യമായ അറിവുള്ളയാളാണ് അദ്ദേഹം. കിനാലൂരിലെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ആരംഭിക്കുന്നതിന് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും പി.ടി. ഉഷയ്ക്കൊപ്പം തന്നെ നിർണായക പങ്കും വഹിച്ചിരുന്നു. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ സഹസ്ഥാപകനും ട്രഷററുമായിരുന്നു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഉഷയ്ക്ക് കരുത്തുറ്റ പിന്തുണയായി അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. പി.ടി. ഉഷയ്ക്ക് ലഭിച്ച മെഡലുകളും മത്സരങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന മ്യൂസിയം വീട്ടിൽ തയ്യാറാക്കുന്നതിന്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. അത് പൂർത്തിയാക്കും മുൻപെയാണ് അപ്രതീക്ഷിത വിയോഗമെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നടൻ ജയറാമിനെ ചോദ്യം ചെയ്തു. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ വെച്ചാണ് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്ന് ജയറാം വ്യക്തമാക്കി. പോറ്റി നിരവധി തവണ പൂജകൾക്കായി തന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് നടന്റെ മൊഴിയിലുണ്ട്. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ലായിരുന്നുവെന്നും ജയറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതോടെ ജയറാം കേസിൽ സാക്ഷിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കടകംപള്ളി അടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാൻ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ED ഒരുങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയാകും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ കടകംപള്ളി സുരേന്ദ്രനെയും വിളിച്ചു വരുത്താനാണ് ED ഒരുങ്ങുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് രാജീവര് ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. ഭഗവാന് നേദിക്കും മുമ്പ് ദേവസ്വം മന്ത്രി VN വാസവനും സംഘത്തിനും സദ്യ വിളമ്പിയ സംഭവത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ പ്രായശ്ചിത്ത നടപടികൾ തുടങ്ങി. ഇന്നലെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയിലൂടെ ഭഗവാനോട് ക്ഷമാപണം നടത്തി. ഫെബ്രുവരി 5-ന് ആചാരപരമായ സദ്യയും നടത്തും. ആചാരലംഘനം നടന്നതിൽ പരിഹാരം വേണമെന്ന് ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിഹാരക്രിയകൾ നടത്തുന്നത്. അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിന്റെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണ ചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന്റെ മുന്നിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കും. 11 പറ അരിയുടെ സദ്യയും ഒപ്പം തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നേദ്യവും 4 കറിയും പാകം ചെയ്യും. അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്ര ഭരണ നടത്തിപ്പിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസിന് സ്റ്റേ. മലബാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഇറക്കിയ നോട്ടീസ് 2 മാസത്തേക്ക് ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തത്. ക്ഷേത്ര സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ക്ഷേത്ര ഭരണ നടത്തിപ്പ് പിടിച്ചെടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നോട്ടീസ് ഇറക്കിയത്. ഹർജിയിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നോട്ടീസ് ഇറക്കാൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്ക് അധികാരമില്ല. നിലവിലെ ക്ഷേത്രഭരണ സമിതി നടത്തിപ്പിൽ വീഴ്ചകൾ ഇല്ലാതിരിക്കെയാണ് ദേവസ്വം ബോർഡ് നോട്ടീസ് ഇറക്കിയതെന്നും അഡ്വക്കേറ്റ് V. സജിത് കുമാർ മുഖേന നൽകിയ ഹർജിയിൽ വാദമുണ്ട്. അങ്ങാടിപ്പുറം തളി മഹാദേവക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ ഭക്തർ നാമജപ പ്രതിഷേധവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം കേരള ഗാന്ധി K. കേളപ്പന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തി നേടിയെടുത്തതാണ്. K. കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ EMS സർക്കാർ ക്രൂരമായി നേരിട്ടു. എന്നാൽ കോടതി വിധി ഭക്തർക്ക് അനുകൂലമായി. തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ഭരണം. വീണ്ടും ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. മാളിക്കടവിൽ ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പ്രതിയായ വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവതി ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് വൈശാഖൻ ആദ്യം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. വൈശാഖനെ തെളിവെടുപ്പിനായി കൊയിലാണ്ടി കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.
ഇന്ന് രാവിലെ 11 മണിയോടെ വൈശാഖിനെ തെളിവെടുപ്പിന് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. വൈശാഖിന്റെ ഐഡിയൽ ഇൻഡസ്ട്രീസ് വർക്ക്ഷോപ്പ്, യുവതിയെ കൊല്ലാൻ ഉറക്കഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പ്, വൈശാഖിന്റെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാമായിരിക്കും തെളിവെടുപ്പ്. കൊല്ലപ്പെട്ട യുവതിയുടെ വീട്ടിൽ പിന്നീടാകും തെളിവെടുപ്പ് നടത്തുകയെന്ന് ഏലത്തൂർ പോലീസ് പറഞ്ഞു. അനുദിനമെന്നോണം കരുത്താർജിക്കുകയാണ് തമിഴ്നാട്ടിലെ BJP, AIDMK നയിക്കുന്ന NDA മുന്നണി. ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച O പനീർശെൽവവും NDAയിൽ ചേർന്നു. വ്യാഴാഴ്ച ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് O പനീർശെൽവം NDAയിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത്. ഗർഭിണിയായ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് ഡംബൽ കൊണ്ട് അടിച്ചു കൊന്നു. ഡൽഹിയിലെ സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാസ്ക് കമാൻഡോ ആയ കാജൽ ചൌധരി എന്ന 27-കാരിയാണ് ഭർത്താവ് അങ്കുർ ഡംബൽ കൊണ്ട് അടിച്ചു കൊന്നത്. കൊല്ലപ്പെടുന്ന സമയത്ത് 4 മാസം ഗർഭിണിയായിരുന്നു കാജൽ. പ്രതിരോധ മന്ത്രാലയത്തിൽ ക്ലർക്കായി ജോലി ചെയ്തു വരികയാണ് അങ്കുർ. ജനുവരി 22-ാം തീയതി രാത്രി 10 മണിയോടെയാണ് അക്രമ സംഭവം ഉണ്ടായത്. 2023-ലാണ് കാജലും അങ്കുറും വിവാഹിതരായത്. സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവരും തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കാജലിനെ അങ്കുർ ഡംബൽ ഉപയോഗിച്ച് തുടരെ അടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കാജലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട ദിവസം കാജൽ ഫോണിൽ താനുമായി സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് അങ്കുർ ഡംബൽ കൊണ്ട് അടിച്ചതെന്ന് സഹോദരൻ നിഖിൽ വ്യക്തമാക്കി. പിന്നീട് കാജൽ മരിച്ച വിവരവും അങ്കുർ തന്നെ വിളിച്ച് അറിയിക്കുകയായിരുന്നുവെന്നും നിഖിൽ പറഞ്ഞു. അറസ്റ്റിലായ അങ്കുറിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കാജലിനും അങ്കുറിനും 1.5 വയസ്സുള്ള മകനുണ്ട്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉജ്ജ്വല വിജയം. മേയർ മത്സരത്തിൽ ആം ആദ്മിയെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചാണ് BJP മേയർ പദവി പിടിച്ചെടുത്തത്. BJPയുടെ സൗരവ് ജോഷിയാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സൗരവ് ജോഷിക്ക് 18 വോട്ടുകൾ കിട്ടി. ആം ആദ്മി 11 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7 വോട്ടുകൾ മാത്രം. കഴിഞ്ഞ വർഷം BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ചാണ് മത്സരിച്ചതെങ്കിൽ ഇക്കുറി അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചത്. BJP വിജയിച്ചതിൽ വോട്ട് ചോരി ആരോപിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് തല്ലുകിട്ടുമെന്ന് BJP പ്രവർത്തകർ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഉൾപ്പെടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൈ ഉയർത്തി പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയായി മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്, അല്ലാതെ രഹസ്യ ബാലറ്റിലല്ല. 1996-ന് ശേഷം ഇതാദ്യമായാണ് പരസ്യമായി കൈ ഉയർത്തി മേയറെ തെരഞ്ഞെടുക്കുന്ന രീതി അവലംബിച്ചത്. ഇതിന് പ്രധാന കാരണമായത് 2024-ലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആരോപിക്കപ്പെട്ട അഴിമതിയാണ്. അന്ന് BJP ജയിച്ചെങ്കിലും കോൺഗ്രസും ആം ആദ്മിയും ആ വിജയം അംഗീകരിക്കാതെ സമരം ചെയ്തു. പിന്നീട് സുപ്രീം കോടതി BJP വിജയം റദ്ദാക്കി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെയും മറ്റു 4 പേരുടെയും ജീവൻ അപഹരിച്ച ബുധനാഴ്ച ബാരാമതിയിൽ തകർന്നു വീണ ലെയർജെറ്റ് 45 ബിസിനസ് ജെറ്റ് VT-SSKയുടെ അവസാന നിമിഷങ്ങളുടെ പുതിയ വീഡിയോ പുറത്തുവന്നു. ഈ ദൃശ്യം 3 സാധ്യതകൾക്ക് കാരണമായി എന്ന് വിദഗ്ധർ പറയുന്നു. ഒരു എയറോഡൈനാമിക് സ്റ്റാൾ, നിലത്തോട് വളരെ അടുത്തൊരു ഹാർഡ് ബ്രേക്കിംഗ്, അല്ലെങ്കിൽ എഞ്ചിൻ തകരാർ. വ്യാഴാഴ്ച അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗുകളും ടെലിമെട്രി ഡാറ്റയും ഉൾപ്പെടുന്ന വിശദമായ വിശകലനത്തിന് ശേഷം മാത്രമേ അന്തിമ നിഗമനങ്ങളിൽ എത്തുകയുള്ളൂ. ഡൽഹിയിൽ നിന്ന് ഞെട്ടിക്കുന്ന ക്രൂരത പുറത്തുവന്നു. 6 വയസ്സുകാരിയെ 13, 14, 15 വയസ്സുള്ള ആൺകുട്ടികൾ കൂട്ടബലാത്സംഗം ചെയ്തു. ഒരേ പ്രദേശത്ത് താമസിച്ചിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കു കിഴക്കൻ ഡൽഹിയിലെ ഭജൻപുരയിലാണ് സംഭവം നടന്നത്. തുടർന്ന് പോലീസ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോക്സോ നിയമപ്രകാരം കേസെടുത്തു. പെൺകുട്ടിയെ ഭക്ഷണം വാഗ്ദാനം ചെയ്ത് ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി കൈകൾ കെട്ടി വായ മൂടി കൂട്ടബലാത്സംഗം ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ശേഷം സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ആൺകുട്ടികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച രാത്രി ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 9:06 ഉണ്ടായ പ്രകമ്പനം ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ കണക്കനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. വിരുദുനഗറിന് സമീപമുള്ള ശിവകാശിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭൂമിക്കടിയിൽ ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലാണ് ചലനം രൂപപ്പെട്ടത്. ശിവകാശിക്ക് പുറമെ ശ്രീവില്ലിപുത്തൂർ, വിരുദുനഗർ ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ശ്രീവില്ലിപുത്തൂർ മേഖലയിൽ അടുത്തടുത്ത് 2 തവണ ഭൂമി കുലുങ്ങിയതായാണ് പ്രദേശവാസികൾ പറയുന്നത്. നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന കുലുക്കത്തെ തുടർന്ന് പലരും വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി തെരുവുകളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ഭൂചലനത്തിൽ ജില്ലയിൽ ഒരിടത്തും നാശനഷ്ടങ്ങളോ ആർക്കെങ്കിലും പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഒരാഴ്ചത്തേക്ക് താൽക്കാലിക വിരാമമിടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.
US ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കവേ ഗാസ വെടിനിർത്തൽ, ഉക്രൈൻ യുദ്ധം എന്നിവയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ട്രംപ് പങ്കുവച്ചിരുന്നു. മേഖലയിലെ തണുത്ത താപനില മൂലമാണ് ഈ തീരുമാനമെന്നും ട്രംപ് പറഞ്ഞു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നേരിട്ടുള്ള വ്യോമ ഗതാഗത ബന്ധം പുനരാരംഭിച്ചു. വിമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് ധാക്ക കറാച്ചി വിമാന സർവീസ് നടത്തിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു. 1 ദശാബ്ദത്തിലേറെ കാലത്തിനു ശേഷം വ്യാഴാഴ്ച രാത്രി ബംഗ്ലാദേശി വിമാന കമ്പനി കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായും എത്തിച്ചേരുമ്പോൾ പരമ്പരാഗത ജലപീരങ്കി സല്യൂട്ട് സ്വീകരിച്ചതായും പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനെതിരെ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു. ടെഹ്റാൻ ഒരു കരാറിൽ ഏർപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ബുധനാഴ്ച അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്. എന്നാൽ വളരെ വലുതും ശക്തവുമായ കപ്പലുകൾ ഇറാനിലേക്ക് പോകുന്നുണ്ടെന്ന മുന്നറിയിപ്പും നൽകി. US ഭീഷണികൾക്ക് മറുപടിയായി ഹോർമുസ് കടലിടുക്കിന് സമീപം പേർഷ്യൻ ഗൾഫിൽ ഇറാൻ ഷാഹിദ് ബാഗേരി ഡ്രോൺ കാരിയർ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയായ പ്രസ് TV സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ ഇറാനിയൻ ജലാശയത്തിന് സമീപം ഡ്രോൺ വാഹക കപ്പലിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു. UAVകൾ അതിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനെതിരായ ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണ്, റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ യൂണിറ്റുകൾ ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ തെക്കൻ തീരപ്രദേശം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിലയിരുത്തലുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.